വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് ഗായത്രിയിലെ 10ാമത്തെ അക്ഷരദേവതയായ മഹാമായ. ഭ്രമം അഥവാ തെറ്റായ ധാരണ ആണ് മായ. ഭ്രമമില്ലായ്മയ്ക്കാണ് മഹാമായ എന്ന് പറയുന്നത്. മായ പദാർത്ഥപരവും മഹാമായ ജ്ഞാനപരവുമാണ്. മാനവശക്തി പരിമിതമാകയാൽ അവന് സമഗ്രത്തെ ദർശിക്കാനാവുന്നില്ല. അതിനാൽ തൻ്റെ പരിമിതിയിൽപ്പെട്ടതിനെ മാത്രം സർവസ്വമായി കരുതുന്നു. കിണറാണ് സമഗ്ര വിശ്വം എന്ന് മണ്ഡൂകം വിശ്വസിക്കുന്നു. അതിൻ്റെ സാഹചര്യത്തിൽ അതേ സാധിക്കുകയുള്ളൂ. എന്നാൽ അതിനെ കിണറ്റിൽ നിന്നും പുറത്തു വരുവാൻ, ആകാശത്തിൽ പറക്കുവാനും ബ്രഹ്മാണ്ഡ വിഹായസിൽ വിചരിക്കുവാനും ഉള്ള അവസരം ലഭിച്ചാൽ താൻ കിണറിനെ പൂർണ്ണ ബ്രഹ്മമായി കരുതിയിരുന്നത് തെറ്റാണെന്നും മുമ്പ് സത്യമെന്നു തോന്നിയിരുന്നത് കേവലം ഭ്രമമായിരുന്നുവെന്നും ബോധ്യപ്പെടും. ജീവി മായാബന്ധങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അതായത് സങ്കുചിതത്വത്തിൻ്റെ പരിമിതിയിൽ ഒരുക്കി നിർത്തപ്പെട്ടിരിക്കുന്നു. ആഗ്രഹങ്ങളും ചിന്തകളും പ്രവർത്തനങ്ങളും ഈ മഹാവലയത്തിൽ കുടുങ്ങിക്കിടക്കുന്നതിനാൽ അവയുടെ നിലവാരവും ആവാഞ്ചനീയമാണ്. ഇത് തന്നിൽ തന്നെയുള്ള സുഗന്ധസ്രോതസ്സിനെ മനസ്സിലാക്കാതെ മിഥ്യാബോധത്താൽ അതിനെ പുറമേ തേടി അലയുന്ന കസ്തൂരിമാനിനെ പോലെ നമ്മുടെ സ്വന്തം ശക്തിയുടെയും കഴിവിൻ്റെയും സമ്പത്തിൻ്റെ വൃദ്ധാവ്യയമാണ്. ജിജ്ഞാസുക്കളും മുമുക്ഷുക്കളും ഈ മായാജാലത്തിൽ നിന്നും മോചനം നേടുന്നതിൽ വ്യാപൃതരായി കഴിയുന്നു. ജീവിതം സഫലമാകുന്ന ഉപലബ്ധി ആണ് ആത്മജ്ഞാനം. അതുതന്നെയാണ് മഹാമായ എന്ന പേരിൽ അറിയപ്പെടുന്നത്. മായയാൽ ബന്ധപ്പെട്ടവർക്ക് ദുഃഖവും മഹാമായയിൽ ശരണം നേടുന്നവർക്ക് പരമശാന്തിയുടെ സൗഭാഗ്യവും ലഭിക്കുന്നു. ശ്രേയസ്കരമായ മാർഗം അവർക്ക് നേരിൽ കാണാൻ കഴിയുന്നു. ഉയർന്നു പൊങ്ങുന്ന ആത്മബലത്തോടെ ആ മാർഗത്തിലൂടെ വിചരിക്കുക സുഗമവും സുസാധ്യവുമാണ്. തൻ്റെ അസ്തിത്വം ശരീരമാണ് എന്നുള്ള ആത്മാവിൻ്റെ ധാരണ ഒന്നാംകിടയിലെ ഭ്രമമാണ്. അതിനെ ലഹരിക്കധീനമായി മനുഷ്യൻ വിഷയവാസനയുടെയും വ്യാമോഹങ്ങളുടെയും അഹങ്കാരത്തിൻ്റെയും വിലയില്ലാത്ത വേലകളിൽ കുടുങ്ങി തനിക്കു ലഭിച്ച മനുഷ്യജന്മമാകുന്ന സുവർണാവസരം മൃഗീയമായ പ്രയോജനങ്ങൾക്ക് വേണ്ടി പാഴാക്കുന്നു. അവസാനം യാതൊന്നും നേടാൻ കഴിയാതെ വെറും കൈയോടെ മടങ്ങി വരുന്നുവെന്ന് മാത്രമല്ല, പാപത്തിൻ്റെ ഭാണ്ഡം തലയിലേറ്റിക്കൊണ്ട് പോകുക, 84 ലക്ഷം യോനികളിലൂടെ പ്രയാണം ചെയ്ത ശേഷം ലഭിച്ച സുവർണാവസരം പാഴാക്കി കളഞ്ഞതിൽ വിലപിക്കുക, ജീവിതം മുഴുവൻ പാപത്തിൻ്റെയും താപത്തിൻ്റെയും ദുഃഖം താങ്ങുക എന്നിങ്ങനെയുള്ള ദുർഗതികളെല്ലാം സഹിക്കേണ്ടി വരികയും ചെയ്യുന്നു. മായയുടെ മോഹത്തിൽ ഭ്രമിച്ച് അതിൻ്റെ കുരുക്കിൽപ്പെട്ടതിൻ്റെ പരിണതിയാണിതെല്ലാം. ഈ മഹാവിപത്തിൽ നിന്നും രക്ഷിക്കുന്നത് മഹാമായ മാത്രമാണ്. ഗായത്രിക്ക് മഹാമായ എന്ന് പറയുന്നു. സാധനം മൂലം അതിൻ്റെ അനുഗ്രഹം സാധകൻ്റെ അന്തരാത്മാവിലേക്ക് പ്രവഹിക്കുകയും മായയിൽ നിന്നും മുക്തി നേടിയ സ്ഥിതിയിൽ എത്തുകയും ചെയ്യുന്നു. ഇതാണ് ദിവ്യദൃഷ്ടി. ജ്ഞാനചക്ഷുവിൻ്റെ ഉന്മീലനം എന്ന് പറയുന്നതും ഇതുതന്നെയാണ്. ഈ അവസ്ഥയിലാണ് ജീവിത രഹസ്യങ്ങൾ വെളിപ്പെടുന്നത്. വരിഞ്ഞു കെട്ടിയിരിക്കുന്ന ബന്ധനങ്ങളെല്ലാം പഴുത്ത ഇലകളെന്ന പോലെ താനേ അറ്റുപോകുന്നു. ആത്മാവ് ജാഗ്രതമായി തീരുന്നതിനാൽ സകലതും പുതിയ
ദൃഷ്ടികോണിലൂടെ വീക്ഷിക്കുവാനും ചിന്തിക്കുവാനും സാധിക്കുന്നു. സ്വപ്നത്തിന് ശേഷം പ്രഭാതത്തിൽ ഉണരുമ്പോൾ സ്ഥിതി ആകെ മാറുന്നതുപോലെ മഹാമായയുടെ അനുഗ്രഹം സംജാതമാകുന്നതോടെ ജാഗ്രതയിലേക്കുള്ള പ്രവേശന കവാടം തുറക്കുകയും ഇച്ഛയുടെയും നിർണയത്തിൻ്റെയും അനുഭൂതിയുടെയും സ്വരൂപം ഊർധ്വോന്മുഖമായി തീരുകയും ചെയ്യുന്നു. ഈ അവസ്ഥ ദേവതുല്യമായ സ്വർഗീയാനന്ദവും ബന്ധനമുക്തിയിൽ നിന്നുളവാകുന്ന ബ്രഹ്മാനുഭൂതിയുടെ രസാസ്വാദനവും അനവരതം ലഭിക്കത്തക്ക യോഗ്യത പ്രദാനം ചെയ്യുന്നു. പരമാത്മാവിൻ്റെ പക്കൽ വരെ എത്തിക്കുന്ന സാക്ഷാൽ ദേവമാതാവാണ് മഹാമായ എന്ന് പറയപ്പെടുന്നു. ദൈവത്വമാണ് അതിൻ്റെ അനുഗ്രഹം. ഗായത്രി ഉപാസന ഒരു നിലയിലെത്തുമ്പോൾ മഹാമായയുടെ രൂപത്തിൽ സാധകനെ എല്ലാവിധത്തിലും കൃതകൃത്യനാകുന്നതായി കാണാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.